ക്രൂശിന്മേൽ മരിച്ച് യാഗമായി തീർന്ന ഒരുവനുണ്ട്. അവന്റെ രക്തം നിന്റെ സകല പാപം പോക്കി ശുദ്ധീകരിക്കുമ്പോൾ ആ രക്തം നിന്നോട് സംസാരിക്കുന്നത് എന്താണെന്നറിയാമോ? അവന്റെ രക്തത്തിൽ ആശ്രയിക്കുന്ന നിന്റെ പാപങ്ങളും നിന്റെ ശാപങ്ങളും നിന്റെ രോഗങ്ങളും വിടുതലുണ്ടെന്ന് മാത്രമല്ല, നിനക്ക് വേണ്ടി ഒരു രാജ്യം ഒരുക്കുന്നുണ്ട്. അത് ഒരുക്കി കഴിഞ്ഞാൽ അവൻ നിനക്ക് വേണ്ടി മറുവിലയായി തീർന്ന ദൈവ കുഞ്ഞാടായവൻ അവൻ തിരിച്ചു വരും. അവൻ നിന്നെ വീണ്ടും ചേർത്ത് കൊള്ളും. അതാണ് നിന്നോടുള്ള ഉടമ്പടി. സ്തോത്രം. അതുകൊണ്ട് പാപിനിയായ സ്ത്രീയോട് യേശു പറഞ്ഞത്, ഇനിമേലാൽ പാപം ചെയ്യരുത്. കാരണം എന്തെന്നറിയാമോ? ഞാൻ എൻ്റെ ദൂതന്മാരുമായി സ്തോത്രം കാഹളം ധ്വനിക്കുമ്പോൾ ഇറങ്ങി വരും. അപ്പോൾ പാപം ചെയ്യുന്ന എനിക്ക് നിന്നെ സ്തോത്രം വീണ്ടും ചേർപ്പാൻ കഴിയുകയില്ല. ഈ പകൽ പ്രിയരെ, ശരീരത്തിൽ തളർച്ചയുണ്ട്, മനസ്സിൽ സമ്മർദ്ദങ്ങളുണ്ട്, ശാരീരിക പ്രയാസങ്ങളുണ്ട്, സാമ്പത്തിക ബാധ്യതകളുണ്ട്. ഇതെല്ലാം ഒരു വഴിക്ക് നിൽക്കുമ്പോഴും നിന്റെ വിശ്വാസത്തിനോ നിന്റെ വിശുദ്ധിക്കോ ദൈവാശ്രയത്തിനോ ഒരു കോട്ടവും സംഭവിക്കാൻ പാടില്ല കേട്ടോ. സ്തോത്രം.